ഗുഡിനെ ഒന്ന് നിർവചിക്കേണ്ടതുണ്ട്. ഗുഡിന് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല അർത്ഥം, ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല അർത്ഥം, അതൊരു നൗണാണ്. ഈ അർത്ഥത്തിൽ ഒരു നൗണാണ്. 2, എനിമി ഓഫ് ഗ്രേറ്റ്. നമ്മൾ ഗ്രേറ്റ് ആവാനുള്ള എനിമിയാണ് ഗുഡ്. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ. അതിനപ്പുറത്തേക്ക് നമ്മൾ കടന്നു വരുന്നില്ല. ഇവിടെയാണ് എന്താണ് നമ്മൾ വ്യവസായം കൊണ്ട് അർത്ഥമാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ലോകത്തിന്റെ ഒരു ആവശ്യമാണ്. കാരണം ലോകം ഇന്ന് നേരിടുന്നത് അസമത്വങ്ങളുടെയും അനീതിയുടെയും വ്യവസായ ശൃംഖലകളാണെങ്കിൽ ഇസ്ലാം തൗഹീദിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഓണ്ടർപ്രണർഷിപ്പിനെ കാഴ്ചപ്പാടാണ് ഇസ്ലാമിനുള്ളത്. എന്താണ് തൗഹീദിൽ അടിസ്ഥാനപ്പെടുത്തിയ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ? തൗഹീദിൽ അടിസ്ഥാനപ്പെടുത്തിയ ഓണ്ടർപ്രണർഷിപ്പ് നമുക്ക് നൽകുന്നത് സ്വാതന്ത്ര്യത്തെയാണ്. റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള എന്റെ റബ്ബിന് ഞാൻ ഉത്തരം നൽകണമെന്നുള്ള ആകബാധ്യതയുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയ ഉത്തരവാദിത്ത ബോധത്തെയാണ്. അവിടെ സത്യസന്ധതയിലാണ് നമ്മൾ ഊന്നി നിൽക്കുന്നത്. കാരണം നാളെ പരലോകത്തിന്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടേണ്ടവനാണെന്നുള്ളത്. ഇനി ഇവിടെ ഹലാലിനെ നമ്മൾ അർത്ഥമാക്കണം. കാരണം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് വലിയ വ്യവസായങ്ങളും ഒരുപാട് സമ്പത്തും ഉണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ ഇന്ന് നേരിടുന്ന പ്രശ്നം ബറക്കത്തില്ലായ്മയാണ്. ഒരു ഉമ്മത്തിന്റെ ഇസ്സത്തിന്റെ നാശത്തിന്റെ കാരണം അവർക്ക് ബറക്കത്തില്ലായ്മയാണ്. ഹറാമായ മുതലുകളുടെ അതിപ്രസരമാണ് ഒരു സമൂഹത്തിൽ നിന്നും ബറക്കത്തിനെ എടുത്തു കളയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹലാലായ കച്ചവടം ചെയ്യുക എന്നുള്ളത്. ഹലാലായി നമ്മൾ കച്ചവടം ചെയ്യുക എന്നുള്ളത്. ഈ ഹലാലായ കച്ചവടത്തിൽ നമ്മൾ മനുഷ്യത്വത്തെ മുൻതൂക്കം നൽകുന്നു. കാരണം 75% സ്ത്രീകൾ ജോലിയെടുക്കുന്ന അമേരിക്കൻ ഭക്ഷണ വ്യവസായം, ഇവിടെ 1 മണിക്കൂറിന് $2 വെച്ച് പണിയെടുക്കുന്ന ഒരു അതപ്പതിച്ച വേതനം. കാരണം ബാക്കിയുള്ളതിന് അവർ ടിപ്പിന് വേണ്ടി സ്വന്തം വസ്ത്രം ഉരിയുന്ന അവസ്ഥ പലയിടത്തുമുണ്ട്. ഇതിന്റെയൊക്കെ സൊല്യൂഷൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ദർശനമാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇസ്ലാമിന്റെ സൊല്യൂഷൻ സമൂഹത്തിന് ആവശ്യമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത, മൃഗങ്ങളെ ചൂഷണം ചെയ്യാത്ത, മൃഗങ്ങളെ പരിഗണിക്കുന്ന ഒരു വ്യവസായ സങ്കല്പത്തിന് നൽകാൻ കഴിയുക ഒരു മുസ്ലിം തൗഹീദിൽ അടിസ്ഥാനപ്പെട്ട മുസ്ലിം തലച്ചോറിൽ നിന്ന് മാത്രമാണെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.